ക്ഷേത്രത്തിൽ പൂജ പൂർത്തിയാക്കി പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ക്ഷേത്രം കാണുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളറകൾ അദ്ദേഹം നോക്കിക്കാണുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ക്ഷേത്ര നിർമ്മിതി അദ്ദേഹം നോക്കിക്കാണുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആ ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തും. അവിടെ വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ്. 8000-ഓളം വരുന്ന വിശിഷ്ടാതിഥികൾ കാത്തിരിപ്പുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ അദ്ദേഹം അതിന്റെ നിർമ്മിതിയൊക്കെ നോക്കിക്കാണുകയാണ്. രാമചരിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുള്ള തൂണുകൾ അതൊക്കെ അദ്ദേഹം നോക്കിക്കാണുകയാണ്. വാസ്തുശില്പപരമായി ഏറെ അതെ നമ്മുടെ ശില്പങ്ങൾ അതോടൊപ്പം തന്നെയുള്ള നിർമ്മിതികൾ ഒക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രേണു പറഞ്ഞതുപോലെ ഇനിയും നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഈ മന്ദിരം, ഈ ക്ഷേത്രം ഇത്ര മനോഹരമാണ് എങ്കിൽ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എത്രത്തോളം മനോഹരമാകും. ഓരോ ശിലയിലും രാമനാമം കൊത്തിവെച്ച ശിലകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് രാമൻ അവിടെ ക്ഷേത്രം ഒരുങ്ങിയിരിക്കുന്നത്. അത്ഭുതകരമായ വേഗത്തിൽ പണി പൂർത്തീകരിച്ച ക്ഷേത്രമാണ്. പ്രധാനമന്ത്രി പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിന്റെ അവസാന നിർമ്മിതികൾ ഒക്കെ നോക്കിക്കണ്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തുകയാണ്. ഒരു ചരിത്ര നിമിഷമാണ് കടന്നു പോയിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നാണ് കടന്നു പോയിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കി പ്രധാനമന്ത്രി പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്നവരെ അഭിസംബോധന ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത്. അതിലായിരിക്കും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം നമുക്ക് ലഭ്യമാവുക. നേരത്തെ ചടങ്ങുകൾക്ക് എത്തുമ്പോൾ ഇതൊരു അസുലഭ നിമിഷമാണ്, അതിനുള്ള ഭാഗ്യം ലഭിച്ചതിൽ അതീവ സന്തുഷ്ടനാണ് എന്ന കാര്യമാണ് അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ഇത് സമാനതകളില്ലാത്ത ഒരു നിമിഷം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിന് ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. എന്തായാലും പ്രധാനമന്ത്രി പുറത്തേക്ക് എത്തുകയാണ്. അദ്ദേഹം ക്ഷേത്രം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇനി എന്താണ് പറയുക എന്ന് തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ള അതിഥികൾ കാതോർക്കുന്നത്. രാജ്യവും കാതോർക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ ഇത് ആദ്യം പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ബാലരാമനുള്ള രാംലല്ലയ്ക്കുള്ള കിരീടവും പട്ടുമായി നടന്നു പോയപ്പോൾ പ്രധാനമന്ത്രിക്ക് അതിഥികളെ അവരെ അഭിവാദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം അവരെ അഭിവാദ്യം ചെയ്ത്, അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഈ ചടങ്ങ്, അതായത് ഈ ഇത്തരം ചടങ്ങുകളിൽ അത് ഈ ശുദ്ധി എന്നതും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ദേഹശുദ്ധിയും മനഃശുദ്ധിയും എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതെ, ഇപ്പോഴാണ് പ്രധാനമന്ത്രി, അതായത് ആ കർമ്മം കഴിഞ്ഞതിന് ശേഷം ആണ് ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു പവലിയൻ പോലെ തന്നെയാണ് ഏകദേശ മാതൃക എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്നുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ഇരിപ്പിടങ്ങളിൽ തന്നെ എല്ലാവരും തുടരുന്ന സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് തൊഴുകൈകളോടെയാണ് പലരും നിന്നിരുന്നത്. ചിലർ മൊബൈൽ ഫോണിലൊക്കെ ഈ പ്രാൺപ്രതിഷ്ഠയുടെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. വലിയ സ്ക്രീൻ അവിടെ സജ്ജീകരിച്ചിരുന്നു. ചിത്രത്തിൽ ഇപ്പോൾ ഹേമമാലിനി ഉൾപ്പെടെയുള്ളവർ, അഭിനേത്രിയുമായ ഹേമമാലിനി ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രിയാണ് എന്ന് തോന്നുന്നു, പ്രധാനമന്ത്രിയാണ് ക്ഷണിക്കുന്നത് എന്ന് തോന്നുന്നു. यहाँ पर देश की लगभग 150 परंपराओं के संत और सभी विधाओं के श्रेष्ठ पुरुष उपस्थित हैं. स्वस्ति वाचन